ഹലോ വെൽക്കം ബാക്ക് ടു പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ബുക്ക് റിവ്യൂ ആയിട്ടാണ്, വിച്ച് ഇസ് ദിസ് ഇസ് ഹൗ യു ലൂസ് ദ ടൈം വാർ. അപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് വിച്ച് ബുക്ക് ഐ ഷുഡ് റീഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ TBRലുള്ള ബുക്സ് ആയിരുന്നു അതിൽ മെൻഷൻ ചെയ്തിരുന്നത്. 1-2 വ്യൂവേഴ്സ് കമൻറ്റ് ചെയ്തൊരു ബുക്കാണ് ദിസ് ഇസ് ഹൗ യു ലൂസ് ദ ടൈം വാർ. അങ്ങനെയാണ് ഞാനിത് പിക്ക് ചെയ്തത്. ബട്ട് ദിസ് വാസ് എ ടോട്ടൽ ഡിസപ്പോയിൻമെൻറ്റ്. ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഞാൻ കുറച്ചൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻസ്, ഒരു മൈൽഡ് എക്സ്പെക്റ്റേഷൻ ആയിട്ടാണ് ഞാൻ ഇതിൽ പോയത്. കാരണം കുറേ പേര് നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ടുള്ളൊരു ബുക്കാണ്. പിന്നെ ഇതൊരു മിക്സ്ഡ് ജോൺറയാണ്, ലൈക്ക് ലിറ്റററി ഫിക്ഷൻ പ്ലസ് സൈഫൈ പ്ലസ് റൊമാൻസ്. കൂടുതൽ സൈഫൈ എലമെൻറ്റ്സ് ആണ്, ബട്ട് സ്റ്റിൽ റൊമാൻസും കൂടി ഉണ്ട്. സോ ഇതൊക്കെ കൂടെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു പൊളിയായിരിക്കുന്നു. പക്ഷേ ഇത് ടോട്ടൽ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇനി ഇതൊരു റാൻഡ് റിവ്യൂ ഒന്നുമല്ല, ഈ ബുക്ക് ഒരിക്കലും പെർഫെക്റ്റ് അല്ല എന്ന് ഞാൻ പറയില്ല. ബട്ട് എൻ്റെ റീഡിങ് എക്സ്പീരിയൻസ് വാസ് സോ ബാഡ്. ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടാണ് ഈ ബുക്ക് ഒരു ക്ലോസ് ടു 150 പേജസ് എങ്ങാണ്ട് ഉള്ളൂ. എന്തിനാ ഇത്രയും കൺഫ്യൂസിങ് ആക്കിയിട്ട് ഇത്രയും കോംപ്ലക്സ് ആക്കിയിട്ട് എഴുതിയെന്ന് എനിക്കറിയില്ല. ബട്ട് മേ ബി ചിലവർക്ക് അതായിരിക്കും ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക. കാരണം ഇതിലൊരു വേൾഡ് ബിൽഡിംഗ് ഇല്ല. അപ്പോൾ വേൾഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ എന്താണോ നമ്മൾ നേരിടുന്നത് അതല്ല നെക്സ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ എന്താ വെച്ചാൽ ടോട്ടലി ഞാൻ വായിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഒരു ഇനീഷ്യലായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ ഓരോ ചാപ്റ്ററിലും പറയുന്ന കാര്യങ്ങൾ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ഒരു ചാപ്റ്ററിൽ പറയുന്നതല്ല നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയുന്നതല്ല തേർഡ് ചാപ്റ്ററിൽ പറയും. സോ ഇതൊക്കെ കൂടി ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ കുറേ എൻ്റെ ബ്രെയിനിലോട്ട് കയറ്റാൻ നോക്കി. അപ്പോഴാണ് എൻ്റെ റീഡിങ് എക്സ്പീരിയൻസ് ഇത്രയും. കാരണം ഒരു മിഡൊക്കെ ആയപ്പോത്തിന് എനിക്ക് ബോറടിച്ച് ഞാൻ ഉറങ്ങുക വരെ ചെയ്തു. പക്ഷേ പൊതുവെ ഞാൻ ബുക്സ് വായിക്കുമ്പോൾ ഉറങ്ങാറൊന്നുമില്ല. ഒന്നെങ്കിൽ അത്രയും ഞാൻ ടയേർഡ് ആവണം, അല്ലെങ്കിൽ അത്രയും ബോറിങ് ബുക്കായിരിക്കണം. സോ ഞാൻ ടയേർഡ് ഒന്നല്ല, അപ്പോൾ ബോറിങ് ബുക്കായിരുന്നു. ആസ് ഐ ടോൾഡ്, ഈ ബുക്കിൻ്റെ പ്രശ്നമല്ല, ബട്ട് എൻ്റെ പ്രശ്നമാണ്. കാരണം എൻ്റെ റീഡിങ് എക്സ്പീരിയൻസ് ബാഡ് ആയതുകൊണ്ടാണ് ഞാനിതിന് ലോ റേറ്റിംഗ് കൊടുത്തത്. ബുക്ക് മേ ബി എന്താ പറയുക, ബാക്കിയുള്ളവർക്ക് കുറച്ച് നല്ല ബ്രെയിൻ സ്പേസും അതുപോലെ വേൾഡ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നും വേണ്ടാത്തവർക്ക് മേ ബി ഇത് അപ്പീലിംഗ് ആയിരിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റോറി പറഞ്ഞുതരാം. സോ ഈ സ്റ്റോറി തന്നെ ഞാൻ ഒരുപാട് റെഫർ ആൻഡ് റിസർച്ച് വായിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു റിസർച്ച് നടത്തിയിട്ടാണ് എനിക്ക് കാര്യമായിട്ട് എന്താണെന്ന് ക്ലൂ കിട്ടിയത്. 2 ഗ്രൂപ്പാണ് വരുന്നത്. എന്താണത് ഗ്രൂപ്പ്, എന്താണ് അവർ മനുഷ്യരാണോ ഒന്നും അറിയില്ല. ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് റെഡ്, അതുപോലെ അടുത്ത ഗ്രൂപ്പിലുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ബ്ലൂ. സോ ഇവർ തമ്മിൽ എന്നും വാറാണ്. അപ്പോൾ രണ്ടുപേരും എനിമി ഗ്രൂപ്പ്സ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വാറിന് ശേഷം റെഡിന് ഒരു ലെറ്റർ കിട്ടുകയാണ് ബ്ലൂവിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ആ ലെറ്റർ കൈൻഡ് ഓഫ് ഒരു ചാലഞ്ചിങ് ലെറ്ററാണ്. ലൈക്ക് ഇനീഷ്യലി ഒരു വെല്ലുവിളിച്ച് കൊണ്ടൊക്കെയുള്ള ഇനീഷ്യലി ഒരു ചാലഞ്ചിങ് ആയിട്ടാണ് അവർ എഴുതി തുടങ്ങിയതെങ്കിലും അവർ പിന്നെ തമ്മിൽ ബിക്കംസ് എ പ്യുവർ ലവ് ബിറ്റ്വീൻ ദം. സോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് ഇവർ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കിയാണ്. അവർക്ക് അറിയാം മേ ബി എന്താ പറയുക, അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ ദേ ആർ റെഡി ടു ട്രൈ. സോ അതാണ് ഈ നോവലിൽ ത്രൂ ഔട്ട് വരുന്നത്. ത്രൂ ഔട്ട് ഇമെയിൽ കോൺവെർസേഷൻസ് ആണ് ബിറ്റ്വീൻ ദം. വാട്ട് ഐ ഡിഡ്ന്റ് എൻജോയ് ഈസ് ദ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ഒട്ടും ബാഡല്ല, ബട്ട് റൈറ്റിംഗ് വാസ് നോ ഫൺ. ഭയങ്കര കോംപ്ലക്സ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര എൻ്റെ ബ്രെയിനിനൊന്നും എടുക്കാൻ കഴിയില്ല. ഇറ്റ് വാസ് ഓവർ മൈ ബ്രെയിൻ. സോ ഓരോ വേർഡ്സും ഓരോ കടിച്ചാൽ പൊട്ടാത്ത കുറേ കാര്യങ്ങളും ഒക്കെ ആവുമ്പോൾ, ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞില്ല വേൾഡ് ബിൽഡിങ്, ഓരോ ചാപ്റ്ററിലും ഓരോ വേൾഡ് ബിൽഡിംഗ് ആണ്. സോ ഐ തിങ്ക് അവർ ടൈം ട്രാവൽ ചെയ്തിട്ടാണ് ഈ ലെറ്റർ ഡെലിവർ ചെയ്യുന്നത് തോന്നുന്നു. സോ അതാണ് ഇത്രയും കോംപ്ലക്സ് ആക്കിയത്. സോ ഓരോ രീതിയിൽ അവർ ടൈം ട്രാവൽ ചെയ്യുന്നതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ബട്ട് അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ശരിക്കും അവർ ടൈം ട്രാവൽ ചെയ്യാന്ന്. അത് പിന്നെ ഞാൻ റിവ്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ടൈം ട്രാവൽ ആയിരുന്നു എന്ന്. സോ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജ്, അത്രയും ഹാർഡ് ആയിട്ടുള്ള വേൾഡ് ബിൽഡിങ്, ഇതൊക്കെയാണ് എൻ്റെ റീഡിങ് എക്സ്പീരിയൻസ് അത്രയും ലോ ആക്കിയത്. സോ എൻ്റെ റീഡിങ് എക്സ്പീരിയൻസ് ലോ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഐ തിങ്ക് ഈ ബുക്ക് കുറച്ചും കൂടി ഈസിലി റിട്ടൺ ആയിരുന്നെങ്കിൽ, ഇത്രയും എന്താ പറയുക
ഇത്രയും കടിച്ചാൽ പൊട്ടാത്ത രീതിയിലല്ല ഇത് എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ മേ ബി അവരുടെ ആ ഒരു ട്രൂ ലവ് എനിക്ക് ഫീൽ ചെയ്ത് തന്നെ. ഇനി വാട്ട് ഐ ലൈക്ഡ് അബൌട്ട് ദിസ് ബുക്ക് ഇസ് എന്താ പറയുക, ഇതിലെ ഓരോ ലെറ്റേഴ്സിലുള്ള ഏർണിങ്, ആ ആങ്സ്റ്റ് വാസ് സോ ഗുഡ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, അവർക്ക് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റാത്ത രണ്ടാൾ തമ്മിലുള്ള ഒരു സ്നേഹം, സോ ആ ഒരു ഏർണിങ് വാസ് സോ ഗുഡ്. അത് ആ എഴുതിയ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞ പോലെ ഇത് റാൻഡ് റിവ്യൂ അല്ല, ബുക്ക് പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടല്ല, ഇത് എൻ്റെ ഒരു പ്രശ്നമാണ്. സോ നിങ്ങൾക്ക് ഇതുപോലെ വേൾഡ് ബിൽഡിങ് ഇത്രയും ടഫായിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ബുക്ക്, അതുപോലെ എന്താ പറയുക ഹാർഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ബുക്ക്, ഇത് ഞാൻ ഒരു ബുക്ക് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഡു ഹാവ് ടു ട്രൈ ദിസ്. ഓർ എൽസ് നിങ്ങൾ ഇത് വായിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഒരുപാട് ബ്രെയിൻ അതിലോട്ട് ഇടേണ്ട ആവശ്യമില്ല. ഞാനിട്ട പോലെ ജസ്റ്റ് റീഡ്, ലൈക്ക് ഫ്ലോ പോലെ വായിച്ചു പോവുക. എന്തൊക്കെയായിരുന്നു മനസ്സിലാവണത് അത് മനസ്സിലാക്കുക. അങ്ങനെ ഒരു ഫ്ലോയിൽ വായിക്കുകയാണെങ്കിൽ മേ ബി യു വിൽ എൻജോയ് ഇറ്റ്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഓൾസോ ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ് ടു എ ബിഗിനർ, കാരണം ഇൻ്റർമീഡിയറ്റ് ടു എക്സ്പീരിയൻസ് ലെവലിലുള്ള ഒരു ലിറ്റററി ഫിക്ഷൻ. സോ ആ ഒരു ലെവലിൽ വേണം വായിക്കാൻ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ആ ഒരു ഷോർട്ടിൽ ഈ ഒരു കമൻറ്റ് ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് വുഡ് ബി എ DNF, കാരണം ഉറങ്ങി വീഴുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ DNF ഞാൻ ചെയ്തിരുന്നു. സോ ബട്ട് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്തായിരിക്കും ഈ ബുക്ക്, എവിടെ ഞാനിത് കാണുമ്പോഴും ഇതെന്തായിരിക്കും അതിങ്ങനെ ആയാലും അടങ്ങി കിട്ടി. സോ അതൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ദം ഡൗൺ ബിലോ. ഓൾസോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ് then definitely comment, like, share and subscribe, and I will see you with another video. Till then, bye bye and take care.